ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഷോജി ആണെങ്കിൽ കഷ്ടപ്പെട്ട ജനങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ സ്പിന്നർ ആണെങ്കിൽ അതിബുദ്ധിമാനാണ്. അവനാണെങ്കിൽ ജനങ്ങളെ വീണ്ടും അവന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ ഹീറോസ് ജയിക്കുകയാണെങ്കിൽ ഒന്നും മാറാനായിട്ട് പോകുന്നില്ല. ഇത്രയും കാലവും ഹീറോസ് ഇവിടെ ഉണ്ടായിരുന്നിട്ട് അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആയാലും നമ്മൾ കുറോഗറെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകും. പുറത്തുണ്ടായിരുന്ന അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ പോലീസിനെയും സെക്യൂരിറ്റീസിനെയും സൂപ്പർ ഹീറോസിനെയും ഒന്നൊന്നായിട്ട് അറ്റാക്ക് ചെയ്യും. ആൽഫാർ വൺ ആണെങ്കിൽ സ്പിന്നറിനോട് പറഞ്ഞത് അവൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആൽഫാർ വണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഡബോറയുടെ വോയിസ് അത് കുറോഗറിയുടെ അടുത്ത് കൊണ്ടുപോയി പ്ലേ ചെയ്ത് കാണിച്ചാൽ മാത്രം മതിയെന്നാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായി നടന്നോളൂ എന്നാണ് അവൻ പറഞ്ഞത്. സോ ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അവനിപ്പോൾ കുറോഗറിയെ ലക്ഷ്യമാക്കി ഓടും. അതേസമയം ബാക്കിയുള്ള ആളുകളും അകത്തേക്ക് കടന്നു വരും. അടുത്ത നിമിഷം ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാണ്. ആ സമയത്ത് ഷോജി പറഞ്ഞ കാര്യങ്ങൾ അവർ ആലോചിക്കും. ഇവിടെയുള്ള സാധാരണ ജനങ്ങളെയും പേഷ്യൻസിനെയും ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും ഒന്നും തന്നെ സൂപ്പർ ഹീറോസ് ഉപദ്രവിച്ചിട്ടില്ല. അവരെ സേഫായ സ്ഥലത്തേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഡോക്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കും. അവരാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ അതൊന്നൊന്നായിട്ട് താഴെയിടും. കാരണം ഷോജി പറഞ്ഞ വാക്കുകൾ അവരുടെ മനസ്സിലുണ്ട്. ഇവർ ഇപ്രകാരം ഡോക്ടേഴ്സിനെ പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്നത് വലിയ തെറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള റിയലൈസേഷൻ അതവർക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ സ്പിന്നർ ആണെങ്കിൽ കുറോഗറിയെ അന്വേഷിച്ച് മുൻപോട്ടേക്ക് കുതിക്കും. സ്പിന്നർ ആണെങ്കിൽ ഉഷാറായിട്ട് ഓടി വരുമ്പോൾ അവന്റെ ഓപ്പോസിറ്റ് മൈക്ക് അവനങ്ങനെ ഹായ് ആയിട്ട് കടന്നു വരികയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള വീട്ടിനകത്താണ് അവർ രണ്ടുപേരും ഉള്ളത്. മൈക്കാണെങ്കിൽ അവന്റെ ഫുൾ ഫോഴ്സിൽ അങ്ങനെ ഒച്ചത്തിൽ അലറാനായിട്ട് തുടങ്ങും. ആ ഒരു ശബ്ദത്തിന്റെ ഫോഴ്സിൽ അവന്റെ സ്കിന്ന് പോലും അടർന്നു പോകും. അവന്റെ സൗണ്ടിന്റെ ഫോഴ്സിൽ കയ്യിലുണ്ടായിരുന്ന ആ ഒരു റെക്കോർഡർ അതുപോലും കേടായിട്ട് താഴേക്ക് വീഴുകയാണ്. അവനാണെങ്കിൽ ഓൾമോസ്റ്റ് കുറോഗറിയുടെ അടുത്തെത്തിയതാണ്. പക്ഷേ മൈക്കിന്റെ ഒറ്റ ടെക്നിക്കിൽ അവൻ അങ്ങനെ താഴേക്ക് വീണിരിക്കുകയാണ്. മാത്രമല്ല ഡബോറയുടെയും ആൽഫാർ വണ്ണിന്റെ ശബ്ദം കേൾപ്പിക്കാനുള്ള റെക്കോർഡർ അതും ഇപ്പൊ കംപ്ലൈന്റ് ആയി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഫൈറ്റിന് ശേഷമുള്ള അവിടുത്തെ അവസ്ഥ കാണിക്കും. സ്പിന്നർ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കുറോഗറിയെ ലക്ഷ്യം വെച്ച് ഓടുന്ന കണ്ട മൈക്കാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് അവനെ തടയാനായിട്ട് പോകും. മറ്റൊരുപാട് ഷോജി ആണെങ്കിൽ ഒരുപാട് പേരെ എതിർത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരു വില്ലൻ ഈ ഒരു കത്തി എടുത്ത് ഷോജിയെ വെട്ടാനായിട്ട് ശ്രമിക്കും. അതേസമയം അവരുടെ തന്നെ ടീമിലുള്ള മറ്റൊരുത്തരാണെങ്കിൽ അവനെ തടയും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അപ്പം നമ്മൾ വലിയ തെറ്റായിരിക്കും ചെയ്യുക എന്ന് പറയും. ഓപ്പറേഷൻ ആർമിയിലുള്ള ഒരുത്തനാണെങ്കിൽ വിളിച്ചു പറയും അവരൊന്നും വിടാൻ പാടില്ല, അവരെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കണം. അവർ ഇത്രയും നാളും നമ്മളോട് ചെയ്ത തെറ്റിനെല്ലാം തിരിച്ചു ചോദിക്കാനുള്ള സമയം ഇതാണ്. ആരെയും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയും. ഉടനെ ആ ബ്ലോക്ക് ചെയ്തവനാണെങ്കിൽ അവനോട് പറയും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു പോകും. അതേസമയം ഹോസ്പിറ്റലിലേക്ക് പോയവരും ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. ഷോജിക്കാണെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷം. വില്ലനാണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാതെ വിളിച്ചു പറയും ഒരു കാരണവശാലും ഷോജി ആ ടീമിന് അണ്ടറിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല, അവൻ ചതിയനാണ്, നമ്മളെല്ലാവരെയും ചതിക്കാൻ ശ്രമിക്കുകയാണ്. ഓപ്പോസിറ്റുള്ള ആ ടീം പറയും ആ ഡോക്ടേഴ്സ് പോലും രോഗികളെ ശുശ്രൂഷിക്കാനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് നിരപരാധികളെ ഉപദ്രവിച്ചിട്ട് നമുക്ക് എന്ത് ലഭിക്കാൻ? അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വില്ലനാണെങ്കിൽ നിർത്താതെ എന്തൊക്കെയോ പറയുമെങ്കിലും അവരാരും തന്നെ അത് മൈൻഡ് ചെയ്യില്ല. സോജി ആണെങ്കിൽ ഇപ്പോൾ വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കും. അത് കേട്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാവരും കാര്യം മനസ്സിലാക്കുകയാണ്. അവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരോടും സൂപ്പർ ഹീറോസിനോടും എല്ലാം തന്നെ മാപ്പ് പറയാനായിട്ട് തുടങ്ങും. ഇവിടെ മൈക്കാണെങ്കിൽ ആ ഒരു സ്പിന്നറിനെ അടിച്ച് താഴെയിട്ടു. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് കുറോഗറിയെ അവനെ അവേക്കൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ സ്പിന്നറിനാണെങ്കിൽ അവന്റെ ബോഡിയെ പോലും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ആ സമയം ഡബോറയെ മീറ്റ് ചെയ്ത കാര്യം അവൻ ആലോചിക്കും. ഡബോറ ചോദിച്ചത് അനുസരിച്ച് അവൻ പറഞ്ഞ മറുപടി ഞാൻ ഫോളോ ചെയ്യുന്നത് സ്റ്റെയിനെ ആണെന്നാണ്. ഡബോറയെ പരിചയപ്പെട്ടതിന് ശേഷം സ്പിന്നർ ആണെങ്കിൽ പതിയെ പതിയെ അവനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് സ്പിന്നർ ആണെങ്കിൽ പതിയെ എഴുന്നേക്കും. ആ കാര്യം മൈക്കാണെങ്കിൽ ശ്രദ്ധിക്കുകയുമില്ല. മൈക്കാണെങ്കിൽ കുറോഗറിയുടെ അടുത്തേക്ക് വരും. ഓൾറെഡി അവന്റെ അവസ്ഥ വളരെ മോശമാണ്. അവനെ കൊണ്ട് ഇനി തിരികെ വരാനായിട്ട് കഴിയില്ല. സോ ദുഷ്ടന്മാരുടെ കയ്യിൽ പെട്ടുപോയി ഇനി ഒരു പപ്പടായി മാറാൻ പാടില്ല. സോ ഞാൻ അവനെ കൊല്ലുന്നതാണ് ഇതിലും നല്ലതെന്ന് പറഞ്ഞ് സൗണ്ട് വേവ്സ് ഉപയോഗിക്കാൻ തയ്യാറാവുമ്പോഴായിരിക്കും സ്പിന്നർ ആണെങ്കിൽ ഡൊമോറയുടെ കൈയുമായിട്ട് അവിടേക്ക് വരിക. മൈക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഡൊബോറയുടെ ആ ഒരു കൈ അവൻ മുഖത്ത് വെച്ച് ഷിക്കാറൊക്കെയും ടീമും ഇപ്പൊ പ്രശ്നത്തിലാണ്, നിനക്ക് മാത്രമേ അവരെ സഹായിക്കാൻ കഴിയൂന്ന് പറയും. അടുത്ത നിമിഷം റോഗറിയാണെങ്കിൽ അവേക്കനായി കണ്ണ് തുറക്കുകയാണ്. അത് കണ്ട് മൈക്ക് ഞെട്ടും. ഇന്നറാണെങ്കിൽ അത്രയും ചെയ്ത് അട്ടിച്ച് താഴെ വീഴും. കൊറോഗറി ആണെങ്കിൽ ഇപ്പോ നമ്മുടെ മൈക്കിനെ അങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. മൈക്കാണെങ്കിൽ ഫ്രീസ് ആയിട്ട് അങ്ങനെ അവനെ തന്നെ നോക്കും. മൈക്കിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ അങ്ങനെ ഇപ്പൊ കൊറോഗറിയെ കണ്ട് പേടിച്ച് നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ന്യൂസിലാണെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, ആ ഡാബിയും ആൽഫാർ വണ്ണും അവര് രണ്ടുപേരും ചെയ്യുന്ന ഫൈറ്റിൽ ഹീറ്റ് ആണെങ്കിൽ ഒരുപാട് ഇപ്പൊ പുറത്തേക്ക് ഇജക്റ്റ് ആവുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ആൽഫാർ വണ്ണാണെന്ന്
ന്യൂസിൽ ഓപ്പൺ ആയിട്ട് പറയും. ഇതാ ഡോബിയെ കാണിക്കും. അവനാണെങ്കിൽ ടോഡറോക്കെ എപ്രകാരം അറ്റാക്ക് ചെയ്യുന്നോ അതങ്ങനെ കോപ്പ് ചെയ്ത് തിരികെ അറ്റാക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയം കൂടി വരും. കാരണം റോക്കി അവിടെയുള്ള സൂപ്പർ ഹീറോസും എല്ലാവരും അവരുടെ ഫുൾ ലെവലിൽ മാക്സിമം പവർ ഉപയോഗിച്ച് ഓൾറെഡി ഒരു സെക്ഷൻ അറ്റാക്കിംഗ് അത് കംപ്ലീറ്റ് ചെയ്തതാണ്. റോക്കി ആണെങ്കിൽ അത്ഭുതപ്പെടും. കാരണം അവന്റെ ബ്രദറിനും അവനും ഒരേ ലീനേജ് തന്നെയാണ്. ഈ പവറുള്ള അവന്റെ ബ്രദറിന് മാത്രം എങ്ങനെ ഈ പവർ ഇത്രയും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കും. ഇവിടെ ഡോബി ആണെങ്കിൽ ടോഡറോക്കെ മൈൻഡ് പോലും ചെയ്യില്ല. കാരണം അവന്റെ ഒരു ലക്ഷ്യം അവന്റെ അച്ഛൻ എൻഡവറിനെ നശിപ്പിച്ചു കളയുക എന്നത് മാത്രമാണ്. അവന്റെ അച്ഛനുള്ളത് അഹുങ്ക വില്ലേജിലാണെന്ന് അവൻ തിരിച്ചറിയും. എത്രയും വേഗം അവിടേക്ക് പോകണം, എൻഡവറിനെ നശിപ്പിക്കണം. ഡോബി ആണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന കണ്ട ടോഡറോക്കെ ആണെങ്കിൽ അവനെ ചീത്ത വിളിക്കും. ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? അച്ഛനെ കൊല്ലുന്നതിന് മുൻപ് ആദ്യം നീ എന്നെ കൊല്ല്, നിനക്ക് അല്പമെങ്കിലും മര്യാദ എനിക്ക് തന്നൂടെ എന്നൊക്കെ ചോദിച്ച് ഒക്കെ ആണെങ്കിൽ അവനെ വെറുപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ടോബി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. അപ്പോഴായിരിക്കും കുറോഗറി അവൻ അവിടേക്ക് വന്ന് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഡബിൾ ഷോക്ക്. ഇനി ഈസി ആയിട്ട് വില്ലന്മാർക്കാണെങ്കിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ടെലിപ്പോർട്ടായി ചേഞ്ച് ആവാനായിട്ട് കഴിയും. ഇത് ഇവിടെ കോഫിനെ കാണിക്കും. അവിടെയാണെങ്കിൽ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മോണമ്മ പയ്യനാണെങ്കിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവന്റെ കണ്ണടഞ്ഞു പോവാതിരിക്കാനായിട്ട് എല്ലാവരും അവനെ ഹെൽപ്പ് ചെയ്യാണ്. അവൻ കഷ്ടപ്പെട്ട് ഫോക്കസ് ചെയ്ത് കണ്ണങ്ങനെ തുറന്നു പിടിക്കും. മോണമ്മ പയ്യനോട് നീ ഓക്കെ ആണോ ചോദിച്ചാൽ അവൻ വിളിച്ചു പറയും, ഉറപ്പായാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും, ഞാനിത് വിജയത്തിലേക്ക് കൊണ്ടുവരും, എല്ലായിടത്തും പിന്നീട് ഞാനായിരിക്കും ഹീറോ എന്ന് പറയും. ഓൾറെഡി ലെമിനിയനും കച്ചാപ്പയ്യനും എല്ലാവരും അവരുടെ ലൈഫ് കൊടുത്ത് അവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ കച്ചാപ്പയ്യന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ്. ഇങ്ങനെ വാശിയോട് കൂടെ നിൽക്കുമ്പോഴായിരിക്കും കുറോഗറി ആ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. അതിലൂടെ മൈക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കണ്ട് ഐസമ മാസ്റ്റർ അടക്കം എല്ലാവരും ഞെട്ടും. ആൽഫാർ വണ്ണിനാണെങ്കിൽ ഇമോഷൻസ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അറിയാം. അവനാണെങ്കിൽ നന്നായിട്ട് അറിയാം സ്പിന്നർ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തുമെന്ന്. പക്ഷെ സൂപ്പർ ഹീറോസ് അവിടെ ഉണ്ടെങ്കിൽ അവനെ തടയുമെന്നുള്ള കാര്യവും അവന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡബോറയുടെ കയ്യിൽ ഒരു പ്രത്യേകതരം ഡിവൈസ് കണക്ട് ചെയ്ത് വിട്ടത്. സോ ആൽഫാർ വണ്ണിന്റെയും അതുപോലെ തന്നെ ഡബോറയും ലൈവായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അതിലൂടെ കേൾക്കാനായിട്ട് കഴിയും. ഇത് മാത്രമല്ല അറ്റ് പ്രസന്റ്ലി എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷനും അതിലൂടെ അവൻ അറിയാനായിട്ട് കഴിയും. സോ ആ ഒരു ഡിവൈസിന്റെ സഹായത്താലാണ് ഇപ്പോൾ കുറോഗറി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്. കുറോഗറിയുടെ സഹായത്താൽ ഡോബി ആണെങ്കിൽ ഇപ്പോൾ എൻഡവറിന്റെ അടുത്തേക്ക് വരും. എൻഡവറിനെ നോക്കി ഇപ്പോൾ ഡോബി ആണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുകയാണ്, ഡാഡി നിങ്ങൾ കാണാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, ആ പഴയ കണക്ക് അത് അവസാനിപ്പിക്കാൻ. അവന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ട്വൈസും അവിടേക്ക് വരികയാണ്. വന്നത് ട്വൈസ് അല്ല, ട്വൈസിന്റെ ബ്ലഡ് ലൈൻ പവർ എടുത്ത ടോഗയാണ് ട്വൈസിനെ കൊന്നതിന് റിവെഞ്ച് ചെയ്യാൻ. ഫോക്സ് ആണ് ട്വൈസിനെ കൊന്നത്, അതുകൊണ്ട് അവനെ കൊല്ലാനാണ് ഇപ്പൊ അവിടേക്ക് അവൾ എത്തിയത്. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും ടോഗ എങ്ങനെയാണ് അവിടേക്ക് എത്തിയെന്ന്. ഫ്ലാഷ് ബാക്കിൽ ഈ പോക്കറ്റോ ഐലാൻഡിൽ എല്ലാവരും നല്ല രീതിയിൽ പൊരിഞ്ഞ് അട്ടി ഇടി ബഹളം. ടോഗ ആണെങ്കിൽ ഇപ്പോൾ ഓരോ ഭാഗത്തേക്കും മറിഞ്ഞും തിരിഞ്ഞും അവരെ അറ്റാക്ക് ചെയ്യാണ്. അത് മനസ്സിലാക്കിയ സൂപ്പർ ഹീറോസ് ആണെങ്കിൽ ടോഗയെ മാത്രം റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അതിനുശേഷം സൂപ്പർ ഹീറോസ് ആണെങ്കിൽ ഇപ്പൊ നോമൂസിന് ലക്ഷ്യം വെച്ച് അവറ്റകളെ തകർക്കാനായിട്ട് തുടങ്ങും. ടോഗയാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നോമോസ് അവറ്റകളെ തകർത്ത പിന്നീട് ഇവിടെ ഞാൻ മാത്രമായിരിക്കും ബാക്കിയായിട്ടുണ്ടാവുക, അവർ ഈസി ആയിട്ട് എന്നെ കൊല്ലും, ഇല്ലാതാക്കും, അതിനു മുൻപ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പക്ഷെ സൂപ്പർ ഹീറോസ് ആണെങ്കിൽ അവളെ റൗണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ അവരുടെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് പോകാനായിട്ട് കഴിയില്ല. സോ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്വൈസിന്റെ ബ്ലഡ് അത് യൂസ് ചെയ്തേ പറ്റൂ. ആണെങ്കിൽ അത് നൈസായിട്ട് കാണും. അവൾ അവളുടെ നാവ് ഉപയോഗിച്ച് അത് തട്ടിത്തെറിപ്പിക്കുകയാണ്. അടുത്ത നിമിഷം അവളാണെങ്കിൽ ഇപ്പോ ബ്രൊഫിയോട് പറയും, ഇത് ആക്ച്വലി ബ്ലഡ് അല്ല, ഇത് ഒരുതരം കെമിക്കലാണ്, ഹൗസിനെ അട്രാക്ട് ചെയ്യാനുള്ള കെമിക്കൽ. നീ ഇപ്രകാരം ചെയ്യുന്ന അറിയാവുന്നതോട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വെച്ചത്. അവളങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന ഗ്യാപ്പിൽ ഇപ്പൊ അവളാണെങ്കിൽ ട്വൈസിന്റെ റിയൽ ബ്ലഡ് അതെടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ഇപ്പൊ ട്വൈസായിട്ട് മാറിക്കഴിഞ്ഞു. അവൾ ട്വൈസായി മാറുന്ന അതേ നിമിഷം കുറോഗറി അവിടേക്ക് വന്ന് നിനക്ക് എവിടേക്കാണ് പോകേണ്ടത് ചോദിക്കും. അതിനവൾ പറയും, എന്റെ ട്വൈസിനെ കൊന്ന ആ ഓക്സിന്റെ അടുത്തേക്ക് പോകണം, അവൻ എനിക്ക് കൊല്ലണം. ഞൊട്ടിയിടയിൽ അവനാണെങ്കിൽ അവളെ ടെലിപ്പോർട്ട് ചെയ്യും. ഉറാറക്ക അവളെ തടയാൻ ശ്രമിക്കുമെങ്കിലും അത് ഫെയിലിയർ ആവും. അങ്ങനെയാണ് അവള് ഇപ്പോൾ ഓക്സിന് മുൻപിലേക്ക് വന്നത്. കട്ട് ചെയ്ത പ്രസന്റിൽ അവളാണെങ്കിൽ ഒരുപാട് ട്വൈസുകളെ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ്. ഓക്സിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, എങ്ങനെയാണ് അവന്റെ ബ്ലഡ് അവൾക്ക് കിട്ടിയത്? ആ ബ്ലഡ് മുഴുവൻ ഞാൻ നശിപ്പിച്ചതാണ്, പക്ഷേ എങ്ങനെയൊക്കെയോ അവൾക്കത് കിട്ടി. ആ ടോബി ആയിരിക്കും ഒരുപക്ഷെ അവളെ സഹായിച്ചിട്ടുണ്ടാവുക.